നമുക്കുള്ള കുക്കിംഗ് അല്ല, പക്ഷേ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ളൊരു കുക്കിംഗ് ആണ്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 3 ദിവസം വേണേൽ നമുക്ക് കഴിയുന്നതും പിന്നീടുള്ള വെള്ളം ഒഴിക്കൽ ഇച്ചിരി കുറയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ വെള്ളം ഇപ്പോൾ വളം പിടിച്ച് ആ മിക്സൊക്കെ ഈ പോട്ടി മിക്സൊക്കെ ഇതുകൊണ്ട് തന്നെ കുതിരണം. അപ്പോഴാണ് ആ ഫെർട്ടിലൈസർ അതിനകത്ത് പിടിച്ചിരിക്കുന്നത്. ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബിഗിനേഴ്സ് കിറ്റിൽ ഒരു 5 സീഡ്ലിങ്സ് പോട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ. അതിൽ നമ്മളൊരു ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. നമ്മൾ അടുത്ത ആഴ്ച എന്ത് വളം കൊടുക്കണമെന്ന് നമ്മളൊന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ വളം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തെല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. നമുക്ക് വലിയ ചിലവൊന്നുമില്ല, അത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫെർട്ടിലൈസറാണെന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഫെർട്ടിലൈസർ എന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ്സ്, ഓർക്കിഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പോട്ട്സ് അങ്ങനത്തെ സാധനങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാനാണ്. വെബ്സൈറ്റ് www.suluzorchids.com എന്നാണ്. അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അതിന് രണ്ടിനും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും അപ്ഡേഷൻസും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ അറിയിക്കണം. കാരണം നമ്മൾ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഫെർട്ടിലൈസർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള നമ്മൾ 2 ഐറ്റംസാണ്. ഒന്ന് ശർക്കര, ഒന്ന് നമ്മളുടെ പുളിയാണ്. പുളി എന്ന് പറയുമ്പോൾ വാളം പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കിംഗ് ഒന്നുമല്ല, നമ്മളുടെ പ്ലാന്റ്സ്, നമുക്കുള്ള കുക്കിംഗ് അല്ല, പക്ഷേ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ളൊരു കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് അലിയിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പ്ലാന്റ്സിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ കൊടുക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് പുളി ഒന്ന് കുതിർക്കാനായിട്ട് ഇടാം. ഇപ്പോൾ പുളി മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റും. പക്ഷേ ശർക്കരയും കൂടെ ചേർത്താൽ അതിലുള്ള പ്രോട്ടീൻസും കൂടെ നമുക്ക് പ്ലാന്റ്സിന് കിട്ടും. ഏത് വളത്തിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ശർക്കര യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കുമ്പോഴായാലും അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ പുളിപ്പിച്ചെടുക്കുക അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോഴും ശർക്കര ആഡ് ചെയ്താൽ ഒട്ടും സ്മെല്ല് ഉണ്ടാവത്തില്ല. എന്നാൽ പ്ലാന്റ്സിന് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ. നമ്മൾ മത്തി ശർക്കരയൊക്കെ ഉണ്ടാക്കത്തില്ല, അതിൽ എഗ്ഗമിനും ഉണ്ടാക്കുമ്പോഴും ചിലർ ഇതുപോലെ ശർക്കര ആഡ് ചെയ്യാറുണ്ട്. ശർക്കര ആഡ് ചെയ്താൽ കൂടുതൽ സ്മെല്ല് അവോയ്ഡ് ചെയ്യാൻ പറ്റും നമുക്ക് വളത്തിൻ്റെയൊക്കെ. അതുപോലെ തന്നെ ഗുണവുമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതുക്കാം. ശർക്കരയിലൂടെ നമുക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചിടാം. അപ്പോൾ അതും അങ്ങ് അലിഞ്ഞ് കിട്ടും. ഇനി അത് പൊടിക്കാനൊന്നും നിൽക്കണ്ടല്ലോ. ഇതൊന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വളം തയ്യാറാക്കാം. നമുക്കൊന്ന് ഉടച്ചിട്ടേക്കാം. അപ്പോൾ വേഗം അങ്ങ് അലിഞ്ഞ് കിട്ടും. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കാണുമല്ലോ. അപ്പം ഈ കേടായി കിടക്കുന്ന പുളിയൊക്കെ നമുക്ക് എടുക്കാം. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂർ കൊണ്ട് വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ടേ പുളി. പിന്നെ ശർക്കര നമുക്ക് ഒന്ന് കുറച്ച് കല്ലായിട്ടിരിക്കുവാണ് കേട്ടോ. നമുക്കൊന്ന് ഉടച്ചങ്ങ് എടുക്കാം. ചൂടാക്കി എടുത്ത് നമ്മൾ പാനി കാച്ചുന്ന പോലെ എടുത്താൽ നല്ലതാണ്, വേഗമാവും. കുഴപ്പമില്ല, നമുക്കിപ്പം തരിതരിയായിട്ട് ആയിങ്ങ് വന്നോളും. ഈ ശർക്കരയും ഈ ഒരു പുളിയുടെ വെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഇതിന് രണ്ടിനെയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ആ പുളിയുടെയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആ വെള്ളം കൂടെ അങ്ങ് ഒഴിക്കാം. അപ്പോൾ നമ്മളുടെ ഫെർട്ടിലൈസർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 3 ദിവസം വേണേൽ പുളിപ്പിക്കാൻ വയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ ഡയറക്റ്റ് ഒഴിക്കുകയാണ്. ഇത് വെച്ചിരിക്കുന്ന വെള്ളം നല്ല കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള വെള്ളമാണ്. ഇനി ഇതിന് നന്നായി ഡൈല്യൂട്ട് ചെയ്ത് വേണം നമ്മൾ പ്ലാന്റ്സിൽ ഒഴിക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിന് നന്നായിട്ടൊരു 4 ഇരട്ടിയോളം നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർത്തിട്ട് നമുക്ക് പ്ലാന്റ്സിൽ ഒഴിക്കാം.
അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിക്കുക. സ്പ്രേയറിൽ വേണമെങ്കിലും ഒഴിക്കാം. സ്പ്രേയറിൽ ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് അരിച്ച് വേണം ഒഴിക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഇതിലത്തെ ചെറിയ കരടുകളൊക്കെ സ്പ്രേയർ ബ്ലോക്ക് ആയി പോകും. അതുകൊണ്ട് സ്പ്രേയർ അരിച്ചൊഴിക്കുക. ഞാനിപ്പോൾ ഇതിനകത്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് സ്പ്രേയറിൽ ഒഴിക്കുന്നില്ല, കാരണം ഇപ്പോൾ അരിപ്പ ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ ഈ എടുത്തു വെച്ച വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും വെള്ളം നമ്മൾ ഒഴിച്ച് വേണം പ്ലാന്റ്സിൽ ഒഴിക്കാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിപരീത ഫലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഒരു ലൈറ്റായിട്ടുള്ള വെള്ളം മതി നമുക്ക്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ജൈവവളം നമുക്ക് കുറച്ചായിട്ട് പ്ലാന്റ്സിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൽ കുറച്ച് മതി. ബാക്കി നമുക്ക് ബാക്കിയുള്ള സീഡ്ലിങ്സിനും മെച്ചർ പ്ലാന്റ്സിനൊക്കെ കൊടുക്കാം. എല്ലാ പ്ലാന്റ്സിനും ഒരുപോലെ കൊടുക്കാം. സീഡ്ലിങ്സിലും മെച്ചറിലും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്നൊരു വളമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നല്ല പ്ലാന്റ് കുളിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് സ്പ്രെഡ് ആവണം കേട്ടോ, നന്നായിട്ട് വീഴണം. ആ മിക്സൊക്കെ, ഈ പോട്ടി മിക്സൊക്കെ ഇതുകൊണ്ട് തന്നെ കുതിരണം. അപ്പോഴാണ് ആ ഫെർട്ടിലൈസർ അതിനകത്ത് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്ലാന്റ്സിൽ പതുക്കെ അത് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇത് രാവിലെ കൊടുക്കുന്ന വളമാണ് കേട്ടോ. ഒരു കാരണവശാലും ഇങ്ങനത്തെ വളങ്ങൾ വൈകുന്നേര സമയത്ത് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ രാവിലെ കൊടുത്താൽ ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മൾ രാസവളം കൊടുക്കുന്നതിനെക്കാട്ടി എപ്പോഴും ജൈവവളം കൊടുത്താൽ പ്ലാന്റ്സിൽ ഭയങ്കരമായിട്ട് റിസൾട്ട് കാണാൻ പറ്റും. അതിന് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ജൈവവളം. രാസവളം എന്ന് വെച്ചാൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, ഭയങ്കരമായിട്ട് ചൂടാണ് സാധനം. അപ്പോൾ അതുകൊണ്ട് ചൂട് സമയത്ത് നമ്മൾ കഴിയുന്നതും ജൈവവളം തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള പല സാധനങ്ങളും നമുക്ക് വളമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ഇതിന് കുറച്ച് ഡയല്യൂട്ട് ചെയ്ത് വെള്ളം വെള്ളത്തിൻ്റെ ആ ഒരു രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. അതിന് ഖരരൂപത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. അപ്പം ഇതിപ്പം ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ഫെർട്ടിലൈസർ കൊടുക്കത്തുള്ളൂ. ഇതിപ്പോൾ ഇന്ന് രാവിലെ ഇത് കൊടുത്തോണ്ട് ഇനി വൈകിട്ട് ഇതിനധികം വെള്ളം ഒഴിക്കത്തില്ല. കാരണം ഇപ്പോൾ രാവിലെ നമ്മൾ ഭയങ്കര ചൂടാണെങ്കിൽ ഒഴിക്കാം. വളം കൊടുക്കുന്ന ദിവസം നമുക്ക് കഴിയുന്നതും പിന്നീടുള്ള വെള്ളം ഒഴിക്കൽ ഇച്ചിരി കുറയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ വെള്ളം ഇപ്പോൾ വളം പിടിച്ചിരിക്കുമായിരിക്കുമല്ലോ, അപ്പോൾ പെട്ടെന്ന് അടുത്ത വെള്ളം ഒഴിക്കുമ്പോൾ ഇതങ്ങ് ഒഴുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു ദിവസം ഒന്ന് ഡിലേ കൊടുത്തിട്ടാണ് അടുത്ത ദിവസം വെള്ളം ഒഴിച്ച് തുടങ്ങുന്നത്. ഇപ്പം ഒട്ടും പറ്റുന്നില്ല, ഭയങ്കര വെയിലും ചൂടും ആണെങ്കിൽ വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ പ്ലാന്റ് അങ്ങ് ഡ്രൈ ആവും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ രാവിലെ നമുക്ക് ഇങ്ങനത്തെ വളങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്തിട്ട് റിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഏത് വളം അല്ലെങ്കിൽ ഏത് മരുന്ന് അല്ലെങ്കിൽ എന്താണ് കൊടുക്കുന്നതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.